أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومعشوقنا ومحبوبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിനെ നമ്മൾ ഖബൂൽ ചെയ്യട്ടെ. നാഫിയായ ഇൽമു പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. الحمد لله الموفق للعلا حمدا يوافي بره المتكاملا، ثم الصلاة على الرسول المصطفى والآل مع صحب وتباع بلا تقوى الإله مدار كل سعادة واتباع وهوى رأس شر هبائلا. നമ്മൾ പഠിച്ചു വന്നത് അഖീദത്തുൽ അവാം എന്നുള്ള ബഹുമാനപ്പെട്ട ഷേഖ് അഹ്മദുൽ മർസൂഖി ഖദ്ദസല്ലാഹു സിറഹു തങ്ങൾ രചിച്ച വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബാണ്. അതിൽ 40-ാമത്തെ പേജിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്മത്തുൽ അംബിയാഇ വർ-റുസുലി അലൈഹിമുസ്സലാത്തു വസ്സലാം. ഹെഡിങ് അതാണ്, അഥവാ ഇസ്മത്തുൽ അംബിയാഇ വർ-റുസുലി അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാ മുർസലീങ്ങളുടെ പാപ സുരക്ഷിതത്വം. അവർ മഅസൂമീങ്ങളാണ് എന്നാണ് നമ്മൾ എന്താക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. ഖാല നാദിമു റഹ്മത്തുള്ളാഹ്, ബഹുമാനപ്പെട്ട മുസന്നിഫ് അഹ്മദ് മർസൂഖി തങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ പാടാൻ പോകുന്ന ബൈത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്മത്തുഹും കസായിരിൽ മലായിക വാജിബത്തും വഫളലുൽ മലായിക. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ഇസ്മത്തുഹും, അവരുടെ പാപ സുരക്ഷിതത്വമാകുന്നത്. ഹും എന്ന് പറയാൻ കാരണം മുമ്പ് നമ്മൾ എന്താക്കി ചർച്ച ചെയ്തിട്ടുണ്ട്, അംബിയാ മുർസലീങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അല്ലെ. അവരുടെ വാജിബായ സിഫത്തുകൾ, അവർക്ക് ജായിസായ സിഫത്തുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്നത്. അതുകൊണ്ടാണ് വമീർ കൊണ്ട് അവിടെ മെൻഷൻ ചെയ്തത്. ഇസ്മത്തുഹും, അവരുടെ പാപ സുരക്ഷിതത്വമാകുന്നത്. കസായിരിൽ മലായിക്കത്തി, എല്ലാ മലക്കുകളെ പോലെ തന്നെ വാജിബത്തുൻ, നിർബന്ധമാണ്. അപ്പൊ എങ്ങനെ അർത്ഥം വെക്കണം? ഇസ്മത്തുഹും, അവരുടെ പാപ സുരക്ഷിതമാകുന്നത്, അത് മുബ്തദയാണ്. വാജിബത്തുൻ, അതിന്റെ ഖബർ അതാണ് അല്ലെ, നിർബന്ധമാണ്. അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കസായിരിൽ മലായിക്കത്തി, എല്ലാ മലക്കുകളെ പോലെ തന്നെ. മലക്കുകളും എന്തന്നെയാണ്? പാപ സുരക്ഷിതരാണ്, മഅസൂമികളാണ് എന്ന് മഹാനവറുകൾ അവിടെ കൊണ്ടുവന്നു. മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒരു സംശയം വരും. എന്ത്? മലക്കുകളും പാപസുരക്ഷിതരാണ്, അവരും പാപം ചെയ്യുന്നിടത്തോട്ട് അള്ളാഹു പ്രത്യേകമായ കാവൽ അവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ അംബിയാ മുർസലീങ്ങളും, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ പിന്നെ അംബിയാ മുർസലീങ്ങളും മഅസൂമീങ്ങളാണ്. എന്നാൽ മലക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല, മക്കളുണ്ടാവുന്നില്ല. അവർ മുഴുവൻ സമയം എന്ത് തന്നെയാണ്? ഇബാദത്തിലാണ്. നമുക്കൊരു സംശയം വരും, അപ്പോൾ മലക്കുകളാണോ അംബിയാ മുർസലീങ്ങളാണോ അഫ്ളല്? പാപസുരക്ഷിതത്വത്തിൽ സമമാണല്ലേ, മഅസൂമികളാണ്. പക്ഷെ നമ്മൾ മനുഷ്യരാകുമ്പോ കല്യാണം കഴിക്കുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങാടിയിൽ പോകുന്നുണ്ട്, അതിനൊന്നും വിരോധമില്ല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അംബിയാ മുർസലീങ്ങൾ. അപ്പൊ ആ ഒരു സംശയം കൂടി ഈ ഒരു ബൈത്തിന്റെ ചെറിയ 2 കലിമത്ത് കൊണ്ട് മഹാനവറുകൾ പറയാണത്. ഇത്ര മനോഹരമായ ബൈത്താണ്. വഫാദലു, അവർ ശ്രേഷ്ഠരാണ്. ആരെക്കാളും? അൽ മലായിക, മലക്കുകളെക്കാളും. എത്ര മനോഹരമായ ബൈത്ത്. ഞാനിങ്ങനെ നോക്കിയപ്പോ വളരെ ലളിതവും എന്നാൽ അറബി ഭാഷയിൽ
ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച മനോഹരമായ ബൈത്ത്. ആകെ നമ്മൾ അതിന്റെ വാക്കുണ്ട് നോക്കിയാൽ ഇസ്മത്തുഹും ഒരു വാക്ക്, കസാഇറുൽ മലായിക അപ്പം 3 വാക്കായി, വാജിബത്തുൻ 4, ഫാദുൽ മലായിക 5, ആകെ 6 കലിമത്ത് കൊണ്ട് ആണ് മഹാന്മാരെ കഴിവ്. എന്തെല്ലാം ആശയങ്ങൾ അത് ഉൾക്കൊണ്ടു. അപ്പൊ അതിന്റെ ഷറഹ് പറയുമ്പോൾ ഇതൊക്കെ ബൈത്തിൽ ഉൾക്കൊണ്ടതാണ്. ഒന്നുകൂടി നമ്മൾ പാടിയ ഇസ്മത്തുഹും കസാഇറുൽ മലായിക വാജിബത്തുൻ വഫാദുൽ മലായിക. അൽ മുഫ്രദാത്തു, മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ ബൈത്തിൽ ഉപയോഗിച്ച ഓരോ വാക്കുകളുടെ അർത്ഥം. ഇസ്മത്തുഹും, അൽ ഇസ്മത്തു, ഇസ്മത്ത് എന്ന് പറഞ്ഞാല് ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ സാധാരണ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ മുത്തുലഖുൽ ഹിഫ്ള്, അതായത് സുരക്ഷ എന്നർത്ഥം, പ്രൊട്ടക്ഷൻ. അതിപ്പോ അപകടം ഉണ്ടാകുന്നതൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളിപ്പോ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർ ആക്രമിക്കുന്നിടത്തോട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും. അപ്പൊ VIP കളൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലെ, പിന്നെ മന്ത്രിമാർക്കൊക്കെ ചിലപ്പോ മറ്റുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും. അങ്ങനെ ഏത് സുരക്ഷക്കും എന്ത് വിളിക്കും? അറബി ഭാഷയിൽ ഇസ്മത്ത് എന്ന് വിളിക്കും. എന്നാൽ ഇസ്തിലാഹൻ സാങ്കേതിക അർത്ഥത്തിൽ, അഥവാ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അംബിയാ മുർസലീങ്ങൾ മഅ്സൂമീങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഹിഫ്ളുല്ലാഹി ലഹും, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന സുരക്ഷയാണ്. മിനദ്ദംബി, കണ്ടോ, ദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷയാണ്. അപ്പൊ അവർക്ക് ദോഷം ചെയ്യാൻ സാധിക്കുകയില്ല. ആര് കാക്കും അവരെ? അള്ളാഹു കാക്കും. നമ്മളൊക്കെ പല ബലഹീനമായ സന്ദർഭങ്ങളിലും ദോഷത്തിന് കീഴ്പ്പെട്ടു പോവാണ് അല്ലെ, ഹറാമുകൾ കണ്ടുപോവാണ്, മ്യൂസിക്കുകൾ ആസ്വദിച്ചു പോവാണ്. നമ്മൾക്ക് എന്തില്ല? ഇസ്മത്തില്ല, നമ്മൾ മഅ്സൂമീങ്ങളല്ല. പക്ഷെ അത് പൊരുത്തപ്പെടിക്കാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ദോഷങ്ങളിൽ നിന്നുള്ള ഹിഫ്ളിനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ എവിടെയും അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ മഅ്സൂമാണ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അവർക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അതിനുള്ള ഒരു കാവൽ അള്ളാഹു നൽകുന്നുണ്ട്. ഹിഫ്ളുല്ലാഹി ആണ്, അള്ളാഹുവിന്റെ ഹിഫ്ളാണ്, പ്രൊട്ടക്ഷനാണ്. ലഹും, അവർക്ക് മിനദ്ദംബി, തെറ്റുകളിൽ നിന്നും, തെറ്റ് ചെയ്യാനേ സാധിക്കുകയില്ല. മാത്രമല്ല മഅ ഇസ്തിഹാലത്തി വുഖൂഇഹി, ഇസ്തിഹാലത്ത് എന്നാണ് മുഹാൽ, അസംഭവ്യമാകലോട് കൂടെ. വുഖൂഇഹി എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കുക പോയില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നല്ല, ഒരിക്കലും അവരിൽ നിന്നും തെറ്റ് സംഭവിക്കൽ മുഹാലാണ്, അസംഭവ്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, അത്രയും പരിശുദ്ധരാണ് അവർ. ഭൂമിയിൽ ഒരു ഉമ്മമാർ പ്രസവിച്ച് ജീവിച്ച് പിന്നെ മരിച്ചു പോകുന്ന അംബിയാ മുർസലീങ്ങൾ, എത്ര പരിശുദ്ധരാണ് അവർ. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു തെറ്റും അവരിൽ നിന്നുണ്ടാവുകയില്ല. അശ്ശറഫ്, അതിന്റെ വ്യാഖ്യാനം പറയാണ്. ഇവിടെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ യജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിന്റെ മേൽ, ഈ മുക്കല്ലഫ് എന്ന് എല്ലാത്തിലും പറയൂലേ, നമ്മൾ ഓരോ പാരഗ്രാഫ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള. അപ്പൊ ഒരു 15 വയസ്സായി അല്ലെങ്കിൽ ബുലൂഗായി, പ്രായപൂർത്തി ആയി, നല്ല ബുദ്ധിയുണ്ട്, ഭ്രാന്തനല്ല, അങ്ങനത്തെ ഓരോരുത്തരും നിർബന്ധമായും വിശ്വസിക്കണം. എന്ത്? അയ്യഅ്തഖിദ, വിശ്വസിക്കൽ നിർബന്ധമാണ്. അന്നൽ അംബിയാ വറുസുല അലൈഹിം സ്വലാത്തു വസ്സലാം, അംബിയാ മുർസലീങ്ങൾ മുഴുവനും മഅ്സൂമൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അവരെ തെറ്റ് ചെയ്യുന്നത് തൊട്ട് കാത്തവരാണ്, മഅ്സൂമീങ്ങളാണ്. കമാ അന്നൽ മലായികത മഅ്സൂമൂൻ, മലക്കുകളും മഅ്സൂമീങ്ങളാണല്ലോ, അതുപോലെ തന്നെ ഇവരും മഅ്സൂമീങ്ങളാണ്. ഫഹും, അപ്പോൾ അംബിയാ മുർസലീങ്ങൾ മഅ്സൂമീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം പറയുന്നത് മുനസ്സഹൂന, അവർ പരിശുദ്ധരാണ്. അനിൽ വുഖൂഇ ഫിൽ മആസി, മഅസിയത്ത് എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ് മആസി എന്നുള്ളത്. മഅസിയത്ത് എന്ന് ഒരു മഅസിയത്ത്, മഅസിയത്താനി എന്ന് പറഞ്ഞാൽ 2 മഅസിയത്ത്, മആസി എന്ന് പറഞ്ഞാൽ ഒരുപാട് മഅസിയത്തുകൾ. അപ്പോ മഅസിയത്തുകൾ, ദോഷങ്ങളിൽ അവർ വീണു പോകുന്നതിനെ തൊട്ട് അവർ പരിശുദ്ധരാണ്. ഇനിയും അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ദോഷങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുകയില്ല, അവർ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ ഫലാ യത്റുകൂന വാജിബാ, നിർബന്ധമായ ഒരു കാര്യം അവർ ഉപേക്ഷിക്കുകയില്ല. നമ്മൾ സാധാരണ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കല്, വ്യഭിചരിക്കല്, കള്ളുകുടിക്കല്, ഹറാമായ എന്തെങ്കിലും കാണല്, ആസ്വദിക്കല്, പെണ്ണുങ്ങളെ നോക്കല്, ഇങ്ങനെ നമ്മൾ ഹറാമ വിചാരിക്കല്. അത് മാത്രമല്ല ഹറാം, പിന്നെ നമുക്ക് നിർബന്ധമായ നിസ്കാരം, അത് നിസ്കരിക്കാതെ കിടക്കല്, അത് ഹറാം തന്നെയാണ്. നിസ്കാരം ഖളാക്കൽ കാരണമില്ലാതെ ഹറാം തന്നെയാണ്.
റമദാൻ മാസം നോമ്പ് നോക്കാതിരിക്കൽ കാരണമില്ലാതെ ഹറാമാണ്. ഹജ്ജ് നിർബന്ധമായ അവസ്ഥയിലും ഹജ്ജിന് പോകാതെ ഇങ്ങനെ മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞ് പിന്നെ കച്ചവടത്തിന് ഷെയർ കൂടണം, അല്ലെങ്കിൽ അങ്ങനെ കൂടണം, ഇങ്ങനെ കൂടണം, അങ്ങനെയൊക്കെ ഹറാം തന്നെയാണ്. അപ്പോ ഫലായത്തുറക്കൂന വാജിബ, അവർ വാജിബായ ഒരു കാര്യം ഉപേക്ഷിക്കുകയില്ല, അതിൽ പെർഫെക്റ്റ് ആണ്. വലായത്തക്കിബൂന മുഹറമ, ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം അവർ ചെയ്യുകയില്ല. അപ്പൊ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ഇല്ല, വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ഇല്ല. അതാണ് ശരിക്കും അവരുടെ ജീവിതം. മാത്രമല്ല വലായത്തസിഫൂന, അവർ വിശേഷണം സിദ്ധിക്കുകയില്ല, ഏതുകൊണ്ടല്ലാതെ ഇല്ലാ ബിൽ അഖ്ലാഖിൽ കരീമ, നല്ല ബഹുമാനപ്പെട്ട സ്വഭാവങ്ങൾ കൊണ്ട്, നല്ല ഷറഫായ സ്വഭാവങ്ങളാണ് അവർക്കുണ്ടാവുക. എന്തുകൊണ്ട് അവരെ അള്ളാഹു ഇങ്ങനെ ആക്കുന്നത്? ലിഅന്നഹും, തീർച്ചയായും അംബിയാ മുർസലീങ്ങൾ ആയതിനു വേണ്ടി, ഖുദ്വത്തുൻ ഹസന, അവർ എല്ലാവരും തുടരുന്ന ആൾക്കാരാണ് അല്ലെ. അമ്പിയാക്കൾ തന്നെ ഓരോ സമൂഹത്തിലേക്കും അവരുടെ നേതാവാണ് അവർ. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യൽ ആരെയാണ്? അവരെയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവര് തെറ്റ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോട് ചെയ്യുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു അവരങ്ങനെ ആക്കി മാറ്റിയത്. ഖുദ്വത്തുൻ ഹസന, നല്ല പിൻപറ്റപ്പെടുന്ന ഒരു നല്ല ഖുദ്വത്താണ്, ആളാണ്. അപ്പൊ മസലുൽ അഅല, ഏറ്റവും ഉന്നതമായ ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ റോൾ മോഡൽ എന്നൊക്കെ പറയും അല്ലെ. നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു റോൾ മോഡലാണ്. അല്ലത് യത്തജിഹു ഇലൈഹിന്ന, ജനങ്ങൾ മുഴുവനും അവരിലേക്കാണ് എന്താക്കുന്നത്, മുന്നിടുന്നത്. കാരണം ഓരോ സമൂഹത്തിലും ഓരോ പ്രവാചകന്മാരുണ്ടാവും. അവരെ നോക്കിയിട്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ തവല്ല, അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു തഹ്ദീബുഹും, അവർക്ക് അദബ് പഠിപ്പിക്കലും, വതഹ്ദീബുഹും, അവരെ സംസ്കരിക്കലും, വതഅലീമഹും, അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കലും. അതൊക്കെ ആരേറ്റെടുത്തിട്ടുണ്ട്? അല്ലാഹ്. നേരിട്ട് മുഅല്ലിമാരാണ്, അല്ലാഹുവാണ്. ഹത്താ കാനൂ അഹ്ലൽ ലിദാലിക്, അവർ മുഴുവനും ഇത്തരം, അതായത് ഇത്രയും പരിശുദ്ധിക്ക് അർഹരാവുന്നത് വരെ അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നവരാരാണ്? അള്ളാഹുവാണ്. അത്രത്തോളം ഇത് ഒരുപാട് അമ്പിയാക്കളൊക്കെ പഠിക്കുമ്പോ അവർ ജനിക്കുന്നത് പോലും ഏത് സന്താന പരമ്പരയിൽ ആയിരിക്കണമെന്ന് പോലും അള്ളാഹു തീരുമാനിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദം നബി മുതൽ ഇങ്ങനെ വരുമ്പോ മൂസാ നബി ഏത് ഇതിൽ വരണം അല്ലെ, ഇബ്രാഹിം നബി ഏത് പരമ്പരയിൽ വരണം, ബിംബാരാധകര പരമ്പരയിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്രയും വിശുദ്ധനാണ്. അല്ലാതെ പ്രസവിക്കപ്പെട്ട ശേഷം കുറെ പഠിച്ചു തന്നല്ല. ഇനി ഇവർ മഅസൂമികളാണ് എന്നുള്ളതിന് തെളിവായിട്ട് മഹാൻ ഉദ്ധരിക്കുകയാണ് ചില ആയത്തുകൾ. ഇതിനെ ശർഹ് ഉണ്ടാക്കിയ മഹാൻ പറയാണ്, ഉമ്മ യദുല്ലു അലാ ഇസ്മത്തിഹിം, അവരുടെ പാപ സുരക്ഷിതത്വത്തിന്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗല്, ആയത്ത്, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ, സൂറത്ത് തൂറിൽ 48-ാമത്തെ ആയത്ത്. നബിയെ, തങ്ങളുടെ രക്ഷിതാവിന്റെ ഹുക്ം, ആ നിയമങ്ങളുണ്ടല്ലോ, അത് പാലിച്ചുകൊണ്ട് എന്താക്കോ, വളരെ ക്ഷമിച്ചു നിൽക്കണം. ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിപ്പോവും, ക്ഷമിച്ചു നിൽക്കാം. അപ്പൊ ഇന്നക്ക, തീർച്ചയായും തങ്ങളാകുന്നത്, ബിഅഅ്യുനിന, നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ്, അത് നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് എപ്പോഴും. അപ്പൊ ഒരു കുട്ടിയെ ഒരു ഉപ്പ വളർത്തുന്ന അതേപോലെ അല്ലെ, എല്ലാ നിയന്ത്രണവും, അമ്പിയാക്കളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. അവർ പിഴച്ചുപോയില്ല. വഖൗലുഹു തആല വമാ കാന ലിനബിയ്യിൻ അൻ യഗുല്ല, സൂറത്ത് ആൽ ഇംറാനിൽ പറയാണെന്ന്, ഒരു പ്രവാചകനും യോജിച്ചതല്ല അൻ യഗുല്ല, മറ്റുള്ളവരെ ചതിക്കൽ, അങ്ങനത്തെ ഒരു ദുസ്വഭാവം ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. വഖൗലുഹു തആല, മൂസാ നബി അലൈഹി സ്വലാമിനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഫിർഔൻ ആ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും വധിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ മൂസാ നബിയുടെ ഉമ്മ ആകെ പേടിച്ചതാണ് അല്ലെ, എന്റെ മോനെയും കൊന്നുകളയും. അങ്ങനെ പേടിച്ചപ്പോ മൂസാ നബിന്റെ ഉമ്മക്ക് അല്ലാഹു ഇൽഹാമായിട്ട് അറിയിച്ചു കൊടുത്തു, ഈ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ നിന്നൊക്കെ ഒഴുക്കാൻ വേണ്ടി, ബാക്കി ഞാൻ നോക്കിയപ്പോൾ. അപ്പൊ ആ സംഭവം മൂസാ നബിനോട് അള്ളാഹു പിന്നീട് വലുതായി നബിയായ ശേഷം പറയുന്ന സംഭവമാണ്. എന്ത്, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഉമ്മാനോട് ഞാൻ കൽപ്പിച്ചിട്ട് പിന്നെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിയിട്ടില്ലേ, അപ്പോഴൊക്കെ സംരക്ഷിച്ചത് ഞാനാണ്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, എന്നിൽ നിന്നുള്ള മഹബ്ബത്ത് തങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ലേ, ഇട്ടു തന്നിട്ടില്ലേ. വലതുസ്ന അലാ ഐനി, എന്റെ കൺമുമ്പിൽ
തർബിയത്തിലൂടെ നിങ്ങളെ വളർത്താൻ വേണ്ടി. അതാണല്ലോ അല്ലെ, ഏതൊരാളാണോ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചത് അയാളുടെ രാജകൊട്ടാരത്തിലെ സുഭിക്ഷമായ ഭക്ഷണങ്ങളും ആഡംബരങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ അയാളുടെ മടിത്തട്ടിൽ തന്നെ അള്ളാഹു വളർത്തുകയാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണം നോക്കിയ. ഇനി ആ ബൈത്തിന്റെ അവസാനം പറഞ്ഞെന്താ, ഫാദലുൽ മലായിക, ആ അംബിയ മുർസലീങ്ങളെ മുഴുവനും മലക്കുകളെക്കാൾ അഫ്ളലാണ്. ചെറിയൊരു വാക്കല്ല, കാരണം മലക്കുകള് അവരല്ലാഹു സൃഷ്ടിച്ചത് മുതൽ അവര് മരിക്കുന്നത് വരെ തന്നെയാണ് ഇബാദത്താണ്. മറ്റുള്ള ഒന്നിനും അവർ സമയം പോകുന്നില്ല. കല്യാണം കഴിക്കാനോ, കുട്ടികളുണ്ടാവാനോ, അങ്ങാടിയിൽ പോകാനോ, ജോലിക്ക് പോകാനോ, പ്രസംഗിക്കാനോ, വയലു പറയാനോ, ഉദ്ഘാടനം ചെയ്യാനോ ഒന്നും അവർക്ക് സമയം ചെലവാകുന്നില്ല. പിന്നെ ചില മലക്കുകൾ റുകൂഇൽ മാത്രമായിട്ട് ഖിയാമിൽ, ചില മലക്കുകൾ ഖിയാമിൽ മാത്രമായിട്ട്, ചില മലക്കുകൾ സുജൂദിൽ മാത്രമായിട്ട്. അവരെക്കാളും അഫ്ളലാണ് ആര്? അംബിയ മുർസലീങ്ങൾ. ഓക്കെ, അപ്പൊ അവരിൽ ജീവിച്ച കാലത്ത് അവരെ കണ്ടവർ എത്ര മഹത്തുള്ള ആളുകൾ. വഹും അഫ്ളലു മിനൽ മലായിക, അവർ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലായികത്തുകളെക്കാളും ശ്രേഷ്ഠർ തന്നെയാണ്. അലാമാ ദഹബ ഇലൈഹി ജുംഹൂറുൽ അശാഇറത്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ ജുംഹൂർ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെയാണ് മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ് അംബിയ മുർസലീങ്ങൾ. അതിന് തെളിവുണ്ട്. വദ്ദലീലു അലാ ദാലിക, വെറുതെ പറയുന്നല്ല, അതിന് ദലീൽ എന്താണ്? ഖൗലുഹു തആല വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ, നാം പറഞ്ഞ സന്ദർഭം മലായികത്തി മലക്കുകളോട് ഉസ്ജുദൂ ലിആദം, ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യണം എന്ന് നാം കൽപ്പിച്ചപ്പോ ഫസജദൂ, എല്ലാവരും മലക്കുകൾ മുഴുവനും ആദം നബിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. എന്നിട്ടോ അമറഹും ബിസ്സുജൂദി, അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു ബിസ്സുജൂദി, സുജൂദ് ചെയ്യാൻ വേണ്ടി, സുജൂദ് കൊണ്ട് കൽപ്പിച്ചു. എന്തിനു വേണ്ടി? തഅളീമൻ ലഹു, ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ ആരെ ബഹുമാനിക്കാണ് കൽപ്പിക്കുന്നത്? ആദം നബിനെ, ഒരു പ്രവാചകനെയാണ് എന്താക്കുന്നത്? ഒരു നബിയെ ബഹുമാനിക്കാൻ. ഫലൂലം യകുൻ ആദമു അഫ്ളല മിൻഹും, ആദം നബി അലൈഹി സ്വലാം ഈ മലക്കുകളെക്കാൾ ശ്രേഷ്ഠൻ ആയിരുന്നു ഇല്ലെങ്കിൽ ലമാ അമറൂ ബിസ്സുജൂദി ലഹു, അവരോട് പിന്നെ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നില്ല. ആദം നബിനെക്കാളും ശ്രേഷ്ഠരാണ് മലക്കുകൾ എങ്കിൽ അള്ളാഹു എന്ത് കൽപ്പിക്കുമായിരുന്നില്ല? ആദം നബിക്ക് സുജൂദ് ചെയ്യുമെന്ന് കൽപ്പിക്കുമായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലായി ഈ ആദം നബി അലൈഹി സ്വലാം ആരെക്കാളും അഫ്ളലാണ്? ആ മുഴുവൻ മലക്കുകളെക്കാളും അഫ്ളലാണ്. അതുകൊണ്ടല്ലേ ബഹുമാനിക്കാൻ പറയും. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ആ ബൈത്തിലുള്ള രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അംബിയ മുർസലീങ്ങൾ മുഴുവനും മഅസൂമികളാണ്. അല്ലാഹു പാപം സംഭവിക്കുന്നതിനെ തൊട്ട് അവരെ പ്രത്യേകമായി കാത്തിരിക്കുന്നു. പിന്നെ മലക്കുകളും അതേപോലെ തന്നെ മഅസൂമികളാണ്, അവരിൽ നിന്നും പാപം സംഭവിക്കുകയില്ല. മാത്രമല്ല അവസാനം പറഞ്ഞ പോയിന്റാണെന്ത്? അംബിയ മുർസലീങ്ങൾ മലക്കുകളെക്കാളും അഫ്ളലാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബൈത്ത് എന്താക്കാൻ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റും അല്ലെ? നല്ല മനോഹരമായ ഒരു ബൈത്താണ്. ഇസ്മതുഹും കസാഇരിൽ മലായിക വഅജീബതും ഫഅഫളലുൽ മലായിക. അത് കാണാതെ ഇങ്ങനെ ചൊല്ലി പഠിക്കാം. ലളിതവും മനോഹരമായ ബൈത്താണ്. ഇനി പറയാണ് വമിമ്മാ യജിബു ഇഅ്തിഖാദുഹു, ഇനി മുക്കല്ലഫായ ഒരു മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ വിശ്വസിക്കൽ നിർബന്ധമായ വാജിബായ കാര്യത്തിൽ പെട്ടതാണ് എന്ത്? അന്ന ബഅദൽ അംബിയാഇ വറുസുലി, ഇതിപ്പോ നമ്മൾ ബൈത്തിൽ ഇത് പറയുന്നില്ല, വിശദീകരിക്കുന്ന സമയത്ത് മഹാന്മാർ പറയാണ് അന്ന ബഅദൽ അംബിയാഇ വറുസുലി, അംബിയ മുർസലീങ്ങളിൽ ചിലർ അഫ്ളലു മിൻ ബഅദിൻ, ചിലരെക്കാളും അഫ്ളലാണ്. അപ്പൊ അംബിയ മുർസലീങ്ങളിൽ ചിലരെക്കാളും അഫ്ളലാണെന്നാണ്. എല്ലാവരും ഒരേ കാറ്റഗറിയിലല്ല. അതിന് തെളിവുണ്ടോ? ഉണ്ട്. ഖൗലിഹി തആല തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, ആ മുർസലീങ്ങൾ ഉണ്ടല്ലോ, ഫളൽനാ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, ബഅദഹും അലാ ബഅദിൻ, സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണല്ലോ.
അവരിൽ ചിലരെക്കാൾ നാം സർട്ടറാക്കിയിരിക്കുന്നു. അതിങ്ങനെ പറഞ്ഞു വരുന്നത് തന്നെ അറിയോ. ഇനി പിന്നീട് പറയും ഉലുൽ അസ്മ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സർട്ടരായ 5 പേരുണ്ട്. അതിൽ തന്നെ ഏറ്റവും സർട്ടരായവർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊക്കെ ഖുർആനിലുണ്ട്. എല്ലാവരും ഒരേ കാറ്റഗറിയിൽ അല്ല. എല്ലാവരും മഅസൂമിങ്ങളാണ്, എല്ലാവരും മലക്കുകളെക്കാളും സർട്ടരാണ്. പക്ഷെ അതിൽ തന്നെ എന്തുണ്ട്, പിന്നെ ചില കാറ്റഗറികളുണ്ട്. എത്ര വ്യക്തമായിട്ട് വലഖദ് ഫളൽനാ, തീർച്ചയായും നാം സർട്ടരാക്കിയിരിക്കുന്നു ബഅ്ളൻ നബിയ്യീന, ചില നബിമാരെ, അലാ ബഅ്ളൻ, ചില നബിമാരെക്കാൾ. സൂറത്തുൽ ഇസ്രായിൽ. അപ്പോൾ ഇവിടെ സംശയം വരും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത്, അടുത്ത പാരഗ്രാഫില് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ഉണ്ടോ? അങ്ങനെയാണ് പിന്നെ ഈ വാദപ്രതിവാദത്തിലാണ് ചോദ്യം ചെയ്യുക. മാത്രം പഠിച്ചിട്ട് പോയിട്ട് വേറെ പറഞ്ഞാൽ അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരും. എന്താ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ഒരാളെയും നാം എന്താക്കുകയില്ല, പിന്നെ ഫറക്കാക്കുകയില്ല, വ്യത്യസ്തമാക്കുകയില്ല. എല്ലാവരും ഒരേപോലെയാണ്. ഇന്നാള് വലിയ ആള്, ഇന്നാള് വലിയ ആള്, അങ്ങനൊന്നുമില്ല. ഖുർആനിലുണ്ടല്ലോ എന്നൊരു ചോദ്യം വരും. അപ്പൊ അന്ന മാന, അതാണ് അന്ന മാന ഹാദിഹിൽ-ആയ, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അദമു തഫ്രീഖ് ഫീ റിസാലത്തിഹിം വൽ ഈമാൻ ബിഹിം. അതായത് ചില ആളുകളെ മുർസലീങ്ങളല്ല എന്ന് വിശ്വസിക്കല്, ചില ആളുകൾ മാത്രമേ മുർസലീങ്ങളുള്ളൂ, ചില ആളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും, ചില ആൾക്കാർ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അങ്ങനെ ഇസ്ലാമിലില്ല. നമ്മുടെ മേൽ പോലും നിർബന്ധം, നമ്മളിപ്പോ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ പോലും നമുക്ക് നിർബന്ധം എന്താണ്? അല്ലെ, എല്ലാ അമ്പിയാക്കളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അവരൊക്കെ അമ്പിയാക്കളാണ്, ചില മുർസലീങ്ങളാണ്, വിശ്വസിക്കും. അതാണ് മുഅ്മിനൂന. അപ്പോൾ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ലൈസു, അവരല്ല, കൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളെ പോലെയല്ല, ജൂത ക്രിസ്ത്യാനികൾ അവരെ പോലെയല്ല. എന്തുകൊണ്ട്? വഹും, അവരാകുന്നത്, അല്ലദീന യുഅ്മിനൂന ബിബഅദിഹിം വയക്ഫുറൂന ബിബഅദിഹിം, അവർ അംബിയാ മുർസലീങ്ങളെ ചിലരെ കൊണ്ട് വിശ്വസിക്കുകയും ചിലരെ കൊണ്ട് അവർ കാഫിറാവുകയും ചെയ്തു. അതുകൊണ്ടല്ല ഈ ഇപ്പൊ മുസാനബിന്റെ അല്ലെങ്കിൽ ഈസാനബിന്റെ ഒക്കെ തലമുറക്കാർ പിഴച്ചു പോകാനുള്ള കാരണം എന്താണ്? ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭുജാതരായി നുബുവത്ത് കിട്ടിയപ്പോ അവരെന്താക്കാൻ തയ്യാറായിട്ടില്ല, വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അവരവരെ പാട്ടിന് പോയി, ഞങ്ങൾ വിശ്വസിക്കില്ല. അതാണ് അവരുടെ സ്വഭാവം. അങ്ങനത്തെ ഒരു ഫറഖ് നമ്മളില്ല. നമ്മളെല്ലാരെ കൊണ്ടും വിശ്വസിക്കണം. അതാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അല്ലാതെ അമ്പിയാക്കൾ ചിലരെക്കാൾ ശ്രേഷ്ഠരാണ് എന്നതിന്റെ വിരുദ്ധമല്ല ഈ ആയത്ത്. അപ്പൊ നോക്കി, എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയിട്ടാണ് ഈ കിതാബിൽ പറയുന്നത്. നല്ലൊരു കിതാബാണ്. മാത്രമല്ല വളരെ ലളിതമാണ്. കുറച്ച് അറബി അറിയുന്നവർക്ക് പിന്നെ മലയാളം വായിക്കുന്ന പോലെ തന്നെ വായിച്ച് അർത്ഥം വെക്കാൻ പറ്റും. അപ്പൊ ശ്രേഷ്ഠരാണ് ചിലരെക്കാൾ എന്ന് പറയുമ്പോ അതിൽ ഒരു വിഭാഗമുണ്ട്. ഇത് ഉലുൽ അസ്മ് എന്നുള്ളത്. അതാണ് അടുത്ത പേജിൽ, 42ാമത്തെ പേജിൽ. ഉലുൽ അസ്മി മിനർ റസൂലി, മുർസലീങ്ങളിൽ, അല്ലാഹുവിന്റെ ദൂതന്മാരിൽ ഉലുൽ അസ്മാകുന്നത്. ഇനി അതിന്റെ അവിടെ 1 നമ്പർ ഇട്ടിട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും, ഒരു വരന്റെ അടിയിൽ. എന്താണ് ഈ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചേക്കണം. ഉലു സ്വബരി വസ്സബാത്തി വതഹമ്മുലിൽ മശാഖി, അതാണ് ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ. നല്ല ക്ഷമയുള്ളവര്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും. കാരണം അങ്ങനത്തെ സമുദായമായിരിക്കും. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ എന്തെല്ലാം സഹിച്ചല്ലേ. അവസാനം അവര് കൊല്ലാൻ വേണ്ടി ഓടി വന്നപ്പോലെ കടല് മുറിച്ചെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് അല്ലെ. അത്രയും മുമ്പിൽ കടല്, ബാക്കിൽ ഫിറഔനും സംഘവും. അങ്ങനെ ബുദ്ധിമുട്ട്, പിന്നെ ആകെ കുടുങ്ങിയ സമയത്താണ് അള്ളാഹ് പറഞ്ഞത് ആ വടി കൊണ്ട് അടിച്ച മൂസ. തിരിഞ്ഞോടാനും കഴിയില്ല, മുമ്പോട്ട് ഓടാൻ കഴിയില്ല, കടലാണ്. അങ്ങനെ ഒരു സ്വബരി സബാത്ത്, സബാത്ത് എന്ന് പറഞ്ഞ സ്ഥിരത, അചഞ്ചലമായ വിശ്വാസത്തോട്, അചഞ്ചലമായ ക്ഷമയും, അതേപോലെ തന്നെ ഏത് ബുദ്ധിമുട്ടുകളും, തഹമ്മുലിൽ മശാഖ്, മഷക്കത്ത്, ഏത് പ്രതിസന്ധിയും ബുദ്ധിമുട്ടും പ്രയാസവും അതൊക്കെ സഹിച്ച്, ഞാൻ അള്ളാഹുവിന്റെ ഒരു ദൂതനാണല്ലോ, ഇതൊക്കെ സഹിക്കേണ്ടവനാണ്, പതറാൻ പാടില്ല എന്ന് അങ്ങനെ അടിയുറച്ചു നിൽക്കുന്ന ശക്തിയുള്ള ആളുകൾ. അതെല്ലാവർക്കും ഉണ്ടായിട്ടാണ്. നബിതങ്ങളെല്ലാം എത്ര ബുദ്ധിമുട്ടിയല്ലേ. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല പോലും ഹബീബായ റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടിട്ടില്ലേ.
പുണ്യഭൂമേനയിൽ സുജൂദിൽ നിന്ന് തല ഉയർത്താൻ പറ്റാതെ കിടക്കുന്ന രംഗം കണ്ടിട്ട് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ടാണ് അത് മാറ്റുന്നത്. വലിയ ഒട്ടകത്തിന്റെ കുടൽമാല ത്വായിഫിൽ വെച്ച് കല്ലെറിഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ പുണ്യഭൂമിയിൽ നിന്ന് രക്തം ഉറ്റി വീഴുമ്പോ റസൂലുള്ള കൈകൊണ്ട് ആ രക്തം ഭൂമിയിൽ ഉറ്റരുത് എന്ന് പേടിച്ചിട്ട് കൈകൊണ്ട് അതിങ്ങനെ തടഞ്ഞു. ചോദിച്ചപ്പോ പറഞ്ഞത്, അമ്പിയാക്കളുടെ രക്തം ഏതൊരു ഭൂമിയിൽ വീണോ ആ ഭൂമിയെ അല്ലാഹു എന്താക്കും? അസാബ് കൊണ്ട് നശിപ്പിക്കുന്നു. ശാപായിരിക്കും. അത്രയും റഹ്മത്തുൽ ആലമീനാണ്. നോക്കിയ സബുർ അല്ലെ, സബുർ അത്രയായിട്ട് പോലും ക്ഷമിച്ചു. അപ്പൊ അങ്ങനെ സബുറും പിന്നെ അടിയുറച്ച അചഞ്ചലമായ ആ വിശ്വാസവും ഏത് ബുദ്ധിമുട്ടും സഹിച്ചിട്ടും അള്ളാഹുവിന്റെ ദീന് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറാണ് എന്ന് അടിയുറച്ച ഒരു മനസ്സുള്ള ആളുകൾ, അവർ ഉലുൽ അസ്മാണ്. അവരെത്ര ആൾക്കാരാണെന്നാ പറയുന്നത്. വഹും അവരാകുന്നത് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം വസയ്യിദുനാ മൂസാ അലൈഹിസ്സലാം വസയ്യിദുനാ ഈസാ അലൈഹിസ്സലാം വസയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇവരാകുന്നത് അഫ്ളലു മിൻ ഗൈരിഹിം, മറ്റുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളെക്കാളും അഫ്ളലാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു അല്ലെ, ചെറിയൊരു ബൈത്തിൽ നിന്നല്ല. അപ്പൊ അംബിയാ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ 5 എണ്ണമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം, നൂഹ് അലൈഹി സ്വലാം. അങ്ങോട്ട് കൊണ്ട് പറയുന്ന ക്രമം മാറിയ പ്രശ്നമില്ല. നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി മൂസാ ഈസാ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. നബിത്തങ്ങൾ കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാം, പിന്നെ മൂസ, ഈസാ അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം. അവർക്ക് ഒരു അസ്മ എന്ന് പറയും. ഖുർആനിൽ അവരുടെ പേരുണ്ട്. ഇനിയോ ഈ 5 ആളെ ചെയ്തിട്ട് അവരൊന്ന് ഫിൽട്ടർ ചെയ്യാം, ഒന്ന് അരിച്ചെടുക്കാം. അഫ്ളലുഹും അലൽ ഇത്ലാഖ്, ഈ ഉലുൽ അസ്മിൽ പെട്ട ഈ 5 ആളുകളിൽ നിന്നും ഏറ്റവും മുത്തലഖൻ നിരുപാധികം ഏറ്റവും സട്ടരായവർ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്. നമുക്ക് അഭിമാനിക്കാം അല്ലെ. 1,24,000 പ്രവാചകന്മാർ അല്ലാഹു അയച്ചപ്പോ അവരുടെ നേതാവായിട്ട് വാഴാൻ ആർക്ക് അർഹത ഉണ്ടായിട്ടു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. അവരൊക്കെ ആഗ്രഹിച്ചു പോയി മൂസാ നബി പോലും. നബിത്തങ്ങളുടെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടാൽ മതിയായിരുന്നു. ഇനിയുണ്ട് എന്തൊക്കെ ഒരു ബൈത്തിൽ എത്ര വിശദീകരണം. ഇനി അംബിയാ മുർസലീങ്ങളെ കുറിച്ച് പറയുമ്പോ അതിന് നമുക്ക് വിശ്വസിക്കാനുള്ള നിർബന്ധമായ ഒരു കാര്യം മലക്കിനെ കുറിച്ചും പഠിക്കാം. അന്ന ബഅദൽ മലായികത്തി, മലക്കുകളിൽ ചിലരും, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അംബിയാ മുർസലീങ്ങളിൽ അംബിയാക്കളിൽ ചിലരെക്കാളും അഫ്ദലാണെന്ന് പറഞ്ഞു. അതുപോലെ മലക്കുകളിൽ ഉണ്ടെന്നാണ്. അത് നമുക്ക് അറിയാം. ജിബ്രീൽ അലൈഹി സ്വലാമൊക്കെ അല്ലെ വലിയ വലിയ ആൾക്കാരാണ്. അതിലും കുറെ കാറ്റഗറി ഉണ്ടല്ലേ, 4. ഇപ്പൊ ഇസ്രാഫീൽ അലൈഹി സ്വലാം സൂറിന കാഹളത്തിൽ ഊതുക, അസ്റാഈൽ അലൈഹി സ്വലാം റൂഹിനെ പിടിക്കുക, അങ്ങനൊക്കെ കുറെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബഅദുൽ മലായികത്ത് അതേപോലെ ചിലർ കർറുസൂലി മിൻഹും, അവരിൽപ്പെട്ട മുർസലീങ്ങളുണ്ട്. അതായത് അവിടെ ഇബാദത്ത് മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല, ചില കാര്യങ്ങളൊക്കെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച. കാരണം ഈ അമ്പിയാക്കളുടെ ഉണ്ടല്ലോ ഭൂമിയിൽ, ഇവർക്ക് അള്ളാഹുവിൽ നിന്നും വഹിയെ ഇവർക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ജോലി കൊടുത്ത അവരും മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം ദൂതന്മാരാണ് അല്ലെ. റസൂൽ എന്ന് ദൂതന്മാരാണ്. അവർക്ക് എന്തുണ്ട്? മറ്റവരെ ഇബാദത്തിൽ മാത്രം മുഴുകുന്ന അവരെക്കാളും ഫദലുണ്ട്. അതാ കർറുസുലി മിൻഹും, മലായികത്തുകളിൽ നിന്നെല്ലാം മുർസലീങ്ങളുണ്ട്, ദൂതന്മാരുണ്ട്, വഹിയൊക്കെ അറിയിക്കുന്ന ആൾ. അവർ അഫ്ളലു മിൻ ഗൈരിഹിം, മറ്റുള്ള മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്. ലിഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തുണ്ട്, അല്ലാഹു യസ്തഫീ മിനൽ മലായികതി റുസുലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല യസ്തഫീ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു, മിനൽ മലായികത്തി മലക്കുകളിൽ നിന്നും, റുസുലാ ചില ദൂതന്മാരെ കണ്ട. അപ്പൊ അള്ളാഹു പ്രത്യേകമായി ഇസ്തിഫാ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ശ്രേഷ്ഠത ഉണ്ടാവും. അപ്പോ അവര് ഒരാൾ മാത്രമല്ല, കുറച്ച് ആൾക്കാരുണ്ടാവും. വഅഫ്ളലുഹും, അവരിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായവർ ജിബ്രീൽ അലൈഹിസ്സലാം.
അഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇപ്പൊ നമുക്ക് ടോട്ടൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യരിൽപ്പെട്ട ആളുകൾ അംബിയ മുർസലീങ്ങൾ, അവരിൽ 5 ആളുകൾ സേർട്ടരാണ് അല്ലെ, ഉലുൽ അസ്മ. അതിൽ തന്നെ അവരുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി ഇവിടെ നേരെ ആകാശത്തേക്ക് പോവാം. ആകാശത്തുള്ള മലക്കുകൾ ഒരുപാടുണ്ട്, എണ്ണമില്ലാത്ത ആൾക്കാർ. അള്ളാഹ്ക്ക് അവരുടെ എണ്ണം അറിയും. അപ്പൊ അവരിൽ ചില ആളുകൾ സേർട്ടരാണ്, മുർസലീങ്ങളാണ്, ഭൂമിയിലേക്ക് വഹി അറിയിക്കുന്ന ആളുകൾ. അതായത് ജിബ്രീൽ അലൈഹി സ്വലാം മാത്രമല്ല വഹി അറിയിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാമിന് മുമ്പ് പിന്നെ ഇസ്രായേൽ അലൈഹി സ്വലാം അതൊക്കെ വഹിയും കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും അങ്ങനത്തെ മലക്കുകളുണ്ട്. അവരിൽ ഏറ്റവും ശ്രദ്ധരായവർ ജിബ്രീൽ അലൈഹി സ്വലാമാണ്. അതുകൊണ്ടാണ് മലക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മള് മലക്കളുടെ നേതാവായി ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറയും. ഇനി അൽ മുസ്തഹീലു ഫീ ഹഖില്ലാഹി തആല വറസൂലിഹി അലൈഹിം സ്വലാത്തു വസ്സലാം, 43-ാമത്തെ പേജിൽ. അപ്പൊ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് പറഞ്ഞു. പിന്നെ ആ സമയത്ത് നമ്മളൊന്ന് അവിടെ എന്താക്കിയിട്ടുണ്ട്, മുസന്നിഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അള്ളാഹ്ക്ക് മുസ്തഹീലായ, അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റാത്ത മുഹാലായ ചില സിഫത്തുകളുണ്ട്. അത് ഉണ്ടാവാനേ അള്ളാഹ്ക്ക് പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അത് അവിടെ പറയാതിരിക്കാൻ കാരണം അംബിയ മുർസലീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അംബിയാക്കൾക്കും ഉണ്ടാവാൻ പറ്റാത്ത ചില സിഫത്തുകളുണ്ട്. അതും കൂടി ഒന്നിച്ച് പറയാനാണ് അവിടെ ഒഴിവാക്കിയത്. ഖാലൻ നാദിം റഹ്മത്തുള്ളാഹ് വൽ മുസ്തഹീലു ളിദ്ദു കുല്ലി വാജിബി ഫഹ്ഫദ് ലിഖംസീന ബിഹുക്മിൻ വാജിബി. ഓക്കെ, എത്ര കോർവ് ഒപ്പിച്ച ബൈത്തുകളാണെന്ന് അറിയാം. നേരത്തെ 2ന്റെ തലയിൽ മലായിക്കാന്നുണ്ട് അല്ലെ, ഇവിടെ വാജിബി വാജിബി. ഓക്കെ, വൽ മുസ്തഹീലു ളിദ്ദു കുല്ലി വാജിബി ഫഹ്ഫദ് ലിഖംസീന ബിഹുക്മിൻ വാജിബി. ശരിക്കും ഉമ്മമാരൊക്കെ ഇത് പഠിച്ചാൽ കുഞ്ഞുങ്ങൾ ഉറക്കാൻ നല്ല പാട്ടാണ് അല്ലെ. പഴയകാലത്തെ ഉമ്മമാർക്കൊക്കെ ഇതൊക്കെ അറിയായിരുന്നു. അവരൊക്കെ ദിക്റലിട്ടാണ് എന്താക്കിയത്, ഉറക്കിയിരുന്നത്. അതിന് ശറഹ് നോക്കോ, അർത്ഥം പറയാം. വൽ മുസ്തഹീലു, മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യമായത്, അതായത് പറ്റാത്തത്, മുഹാലായ സിഫത്ത്. അതാകുന്നത് ളിദ്ദു കുല്ലി വാജിബിൻ. അത് പിന്നെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ വാജിബായ സിഫത്തുകൾ അള്ളാഹ്ക്ക് പറഞ്ഞിട്ടുണ്ടോ, മലക്കുകൾ അംബിയ മുർസലീങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ ളിദ്ദാണ്. ളിദ്ദ് തന്നെ നേരെ എതിരാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, അള്ളാഹുവിന് വാജിബായ സിഫത്ത് നമ്മൾ പറയുന്നത് 20 ബൈത്തിൽ തന്നെ പറഞ്ഞു അല്ലെ, 20 സിഫ. അപ്പൊ അതിന്റെ നേരെ യുദ്ധത്തിലുണ്ടോ, 20 തന്നെ ഉണ്ടാവും. ഇനി അംബിയാക്കൾക്ക് വാജിബായ സിഫത്ത് പറഞ്ഞത് 4 അംബിയ മുർസലീങ്ങൾക്ക് അല്ലെ. ഫത്വാനത്ത് ഉണ്ടാവണം, നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാവണം, സിദ്ഖ് ഉണ്ടാവണം, അമാനത്ത് ഉണ്ടാവണം, തബ്ലീഗ് ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ എന്താക്കുക, സമയം നമുക്ക് കാണാതെ പഠിച്ചു. അപ്പൊ 4ന് നേരെ ഓപ്പോസിറ്റായി ളിദ്ദ് 4 ഉണ്ടാവും. അപ്പൊ എണ്ണി നോക്കിയാൽ നമ്മള് വാജിബായ സിഫത്ത് അള്ളാഹ്ക്ക് 20 ഉണ്ടായിരുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് 20 ഉണ്ടാവും. അപ്പൊ 40ആയി. അംബിയ മുർസലീങ്ങൾക്ക് 4 വാജിബ്, പിന്നെ നേരെ ളിദ്ദ്, നേരെ ഓപ്പോസിറ്റ് 4 ഉണ്ടാവും. അപ്പൊ 8 അപ്പൊ 48. അള്ളാഹ്ക്ക് ജായിദായ സിഫത്ത് 1 ഉള്ളൂ അല്ലെ. ഏത്? അള്ളാഹ്ക്ക് ഒരു കാര്യം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും എല്ലാം അള്ളാഹ്ക്ക് എന്തുണ്ട്, പിന്നെ പെർമിഷൻ ഉണ്ട്. ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ജായിസാണ്. അപ്പൊ 1, അപ്പൊ 48 1 49. അംബിയ മുർസലീങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ ഒരു ജായിസായ സിഫത്ത് പറഞ്ഞിരിക്കും. ഇത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്ന രോഗങ്ങള്, അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിന് ഒരു അയിബായിട്ട്, മോശമായിട്ട് അല്ലാത്ത കാലത്തോളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, രോഗമുണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. അത് 1 ഉള്ളൂ. അപ്പൊ 49 1 50. അപ്പൊ ഇപ്പൊ 50 സിഫത്തുകളാണ് പഠിച്ചത്. ഇപ്പൊ പറയും. മനസ്സിലാത്തവർ ഇനി എന്താ ക്ലാസ് വീണ്ടും കേട്ടിട്ട് മനസ്സിലാക്കാം. വൽ മുസ്തഹീലു ഫീ ഹഖില്ലാഹി തആല വറസൂലിഹി, അംബിയ മുർസലീങ്ങൾക്കും അതേപോലെ തന്നെ അള്ളാഹുവിലും ഉള്ള മുസ്തഹീലായ, അത് അള്ളാഹ്ക്കും അംബിയ മുർസലീങ്ങൾക്കും ഉണ്ടാവാൻ പറ്റാത്ത സിഫത്ത് ളിദ്ദു കുല്ലി സിഫത്തിൻ വാജിബത്തില്ലാഹി തആല വറസൂലിഹി. അതന്നെ അള്ളാഹുവിന്റെ ഏതൊക്കെ വാജിബായ സിഫത്തുണ്ടോ, മുർസലീങ്ങൾക്ക് ഏതൊക്കെ വാജിബായ സിഫത്തുണ്ടോ, അതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോ എന്തായി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ അദദുൽ മുസ്തഹീലാത്തി, മുസ്തഹീല സിഫത്തിന്റെ എണ്ണം എത്രയെന്ന് ഒരാൾ ചോദിച്ചാൽ അദദിൽ വാജിബാത്തി അല്ലെ, വാജിബാ സിഫത്തിന്റെ അതേ എണ്ണം തന്നെയാണല്ലോ. അവിടെ 20 സിഫത്ത് അള്ളാഹ്ക്ക് വാജിബാണ്,
നമ്മൾ പറഞ്ഞല്ലോ എന്ത് അള്ളാഹു പിന്നെ ഖദീമാണ് എന്നൊക്കെ നമ്മൾ ബൈത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് 20 വരും. വയജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുക്കല്ലഫിന്റെ മേൽ നിർബന്ധമാണ് അരിഫദാലിക്ക, അതും അറിയൽ നിർബന്ധമാണ്. വാജിബാസിഫത്തും പഠിക്കണം, അതിന് നേരെ ഓപ്പോസിറ്റ് ആസിഫത്തും പഠിക്കണം. ഫൽ മുസ്തഹി, അപ്പൊ അത് നമുക്ക് വിശദീകരിച്ചു തരാണ്. നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അത് പഠിക്കണമല്ലോ. ഫൽ മുസ്തഹീൽ ഫി ഹഖ്ഖിഹി തആല, അള്ളാഹുവിന്റെ ഹഖ്ഖിൽ മുസ്തഹീലായ അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ചില സിഫത്തുകൾ 20 വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ് 20 20 സിഫത്തൻ മുഫസ്സലത്തൻ, ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്, തഫ്സീലാക്കുന്നുണ്ട്. കത്താലി, ഇവിടെ വരും താഴെ പറയുന്ന പോലെ. അപ്പൊ മഹാനവറുകൾ ഈ 50 സിഫത്തും എണ്ണീറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്, നമ്മളെ ശരിക്കും മനസ്സിൽ പതിയാൻ വേണ്ടി. 1 അൽ അദമു. അപ്പൊ നമ്മൾ ആ മുമ്പത്തെ ബൈത്ത് ഒന്ന് ഓർമ്മിക്കാം. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. മുമ്പ് ഞാനത് ഗ്രൂപ്പിൽ അത് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടല്ലോ, പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞിട്ട്. അതൊക്കെ പഠിക്കേണ്ടതാണ്, നോക്കിയിട്ട് ഇപ്പൊ ചെല്ലാൻ പാടില്ല, കാണാതെ തന്നെ ചെല്ലേണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഈ കിതാബ് കഴിയുന്നതിന് മുമ്പായിട്ട് എന്താക്കുക, എല്ലാ ബൈത്തുകളും പരമാവധി പഠിക്കാൻ നോക്കാം, ഖൽബിലേക്ക് പതിപ്പിക്കാം. അപ്പൊ അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞോടെ വുജൂദ് എന്നുള്ള സിഫത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് അദമ്. വുജൂദ് തന്നെ ഉണ്ടാവുക, അള്ളാഹു എപ്പോഴും മൗജൂദായ ആളാണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അദമ്, ഇല്ലാതിരിക്കുക. അപ്പൊ അള്ളാഹു ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല, ഏത് കാലത്തിലും അള്ളാഹു എപ്പോഴും മൗജൂദ് തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തത് അള്ളാഹു മൗജൂദുൻ ഖദീം എന്നല്ല പറഞ്ഞു. അപ്പൊ ഖിദമ് അവിടെ നമ്മള് മുമ്പ് എണ്ണിയിട്ടുണ്ട്. ഖിദമ് അതായത് പണ്ടേ ഉള്ള അള്ളാഹുവാണ്. അപ്പൊ എന്താണ്? പുതുതായി എപ്പോഴെങ്കിലും ഉണ്ടായതല്ല, മുമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായതല്ല. അതാണ് അൽ ഹുദൂസു, അതായത് പുതുതായി ഉണ്ടാവുക. ഖിദമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹുദൂസ്, നമ്മളെ പോലെ. നമ്മളൊക്കെ പിന്നെ ഉണ്ടായതല്ല. അങ്ങനത്തെ ഒരു സിഫത്ത് ആർക്ക് ഉണ്ടാവാൻ പാടില്ല? അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ്ക്ക് ഹുദൂസ് എന്നുള്ള ഒരു സിഫത്ത് ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തത് അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, അല്ലെ? ബഖാൽ എന്ന് പറഞ്ഞു. ബഖാൽ എപ്പോഴും കുല്ലു എന്താ നമ്മൾ ചോദ്യമല്ലോ, എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോ എന്താണ്? ബഖായിന്റെ നേരെ ഓപ്പോസിറ്റ് ഫനാൽ. ഫനാൽ എന്നാൽ നശിക്കുക എന്നർത്ഥം, ബാക്കിയാവാതിരിക്കുക. അതും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു സിഫത്ത് അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ നശിക്കും, നമുക്കൊക്കെ ഉണ്ടാവും അല്ലെ? ഫനാ ഉണ്ടാവും, എന്തുണ്ടാവും? ഹുദൂസ് തന്നെ നമ്മള് പിന്നെ ഉമ്മ പ്രസവിച്ചപ്പോ ഉണ്ടായതല്ലേ, പിന്നീട് ഉണ്ടായതാണ്, പുതുതായി ഉണ്ടായതാണ്. അദമ് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയി. നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല, അദമായിരുന്നു. നമുക്ക് അതൊക്കെ ഉണ്ട്, അള്ളാഹ്ക്ക് അത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ വൽ മുമാസലത്തു ലിൽ ഹവാദിസി, പുതുതായി ഉണ്ടായ ഒരു സൃഷ്ടിനോടും അള്ളാഹ്ക്ക് ഒരു സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. അത് മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് മുത്തലഖ് നിരുപാധികം അള്ളാഹു എതിരാവണം. ഒരു സൃഷ്ടിനോടും അള്ളാഹു മുമാസിലാവാൻ പാടില്ല, ഉപമപ്പെടാൻ പാടില്ല. ഇനി അഞ്ചാമത്തത് അദമുൽ ഖിയാമി ബിൻ നഫ്സി. നമ്മളവിടെ ഖായിമുൻ എന്ന് പറഞ്ഞ ഒരു സിഫത്ത് പറഞ്ഞു മുമ്പ്. അതിന്റെ എതിരാണെന്ത്? അദമുൽ ഖിയാമി ബിൻ നഫ്സ്, സ്വയം നിലനിൽപ്പ് ഇല്ലാതിരിക്കുക. അതും അള്ളാഹ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് എപ്പോഴും ആരുടെയും സഹായം ആവശ്യമില്ല, സ്വയം നിലനിൽപ്പുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു, നമ്മൾക്കൊക്കെ സ്വയം നിലനിൽപ്പില്ല അല്ലെ? ജോലി ചെയ്യണം, ശമ്പളം കിട്ടണം, ഭക്ഷണം വേണം. ഒരു വസ്ത്രം പോലും മറ്റുള്ളവർ തുന്നി തന്നാൽ നമുക്ക് ഇടാൻ പറ്റും. രോഗം വന്നാൽ എടുത്തു കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. നമുക്കെന്തായാലും സ്വയം നിലനിൽപ്പില്ല. ഇനി വാഹിദ് എന്ന് പറഞ്ഞ അവിടെ അതിന്റെ വഹദാനിയത്തിന് നേരെ എതിരാണ് ആറാമത്തത് തഅദ്ദുദ്, ഒന്നിൽ കൂടുതൽ അള്ളാഹു ഉണ്ടാവുക, അതുണ്ടാവാൻ പാടില്ല. 7 അൽ അജ്സു, അതായത് ഖുദ്റത്തിന്റെ നേരെ എതിരാണെന്ത്? അശക്തി, അതുണ്ടാവാൻ പാടില്ല. 8ാമത്തത് ഇറാദത്ത്, അള്ളാഹുവാണ് എല്ലാം ഉദ്ദേശിക്കുന്നത്, അത് അതേപോലെ സംഭവിക്കും. അതിന് നേരെ എതിരാണ് അൽ കറാഹത്ത് എന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹ്ക്ക് ഉദ്ദേശിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല, എല്ലാം അങ്ങോട്ട് നിർബന്ധമായിട്ട് ചെയ്യണം, അങ്ങനെ ഇല്ല. 9 ജഹ്ല്, അതായത് ഇൽമുള്ള അള്ളാഹുവാണ്, അതിന് നേരെ എതിരാണെന്ത്? ഇൽമില്ലാത്ത അള്ളാഹു. അങ്ങനെ ഒരു അള്ളാഹു ഉണ്ടായില്ലല്ലോ. പിന്നെ ഹയാത്തുള്ള അള്ളാഹു ആയിരിക്കും, എപ്പോഴും ഹയാത്തുള്ള അള്ളാഹുവാണ്, അതിന് നേരെ എതിരാണ് മൗത്ത്. അല്ലോ. പിന്നെ അസ്വമമു എന്ന് പറഞ്ഞാൽ സമഇന്റെ നേരെ ചെവി കേൾക്കുക, സമീആയ അള്ളാഹു ആയിരിക്കണം. സമൂഹന ചെവി കേൾക്കാത്ത ബദിരനായ അള്ളാഹു. അമ എന്ന് പറഞ്ഞാല്
ലിദ്ദുൽ ബസരി, കണ്ണ് കാണാത്ത കുരുടനായ അള്ളാഹു ആവാൻ പാടില്ല. അത് പിന്നെ നമുക്ക് എല്ലാത്തിനും മുമ്പത്തെ 20 പഠിച്ചാൽ അതിന്റെ നേരെ എതിർ. അറബിയിൽ തന്നെ പഠിക്കണം എന്നില്ല, അത് നമുക്ക് കിതാബായതുകൊണ്ട് അറബിയെന്നുള്ളൂ. അപ്പൊക്കെ സംസാരിക്കുന്ന അള്ളാഹു, കാണുന്ന അള്ളാഹു, കേൾക്കുന്ന അള്ളാഹു, കഴിവുള്ള അള്ളാഹു, ജീവനുള്ള അള്ളാഹു, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാൽ. ലിദ്ദുൽ കലാമി, ബുക്കുമ്പോ തന്നെ സംസാരിക്കാൻ പറ്റാത്ത പൊട്ടൻ, കലാമുള്ള അള്ളാഹുവാണല്ലോ അല്ലെ, കലാമുണ്ട് അള്ളാഹു, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പിന്നെ അവിടെ ഇതേപോലെ തന്നെ ലാസ്റ്റ് കൗനുഹു ആജിസൻ, എല്ലാത്തിനും നേരെ എതിര് പറഞ്ഞിട്ടുണ്ട്. ഖാദിറ അള്ളാഹു എന്ന് പറയുമ്പോൾ അശക്തനായ അള്ളാഹു ആവാൻ പാടില്ല. അതങ്ങനെ നമ്മൾ വായിച്ചു പഠിക്കുക 20. ഇപ്പൊ പറഞ്ഞത് തന്നെ മറ്റൊരു ഭാഷയിൽ പറയുന്നുള്ളൂ. ഇനി മുസ്തഹീലും ഫി ഹഖ്ഖി റസുലി വൽ അംബിയാ അലൈഹിം സ്വലാത്തു വസ്സലാം, അംബിയാ മുർസലീങ്ങളുടെ ഹഖിൽ അവർക്ക് ഉണ്ടാവാൻ പറ്റാത്ത സിഫത്തുകൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? 4. കാരണം അവർക്ക് വാജിബ സിഫത്ത് 4 അപ്പൊ ആ ബൈത്ത് ഒറ്റ ബൈത്തിൽ നമ്മളെന്ന് പറഞ്ഞാണ്. അത് ഓർമ്മ ഉണ്ടായിരിക്കുന്നില്ലേ? നല്ലൊരു മനോഹരമായ ബൈത്തായിരുന്നല്ലോ അത്. അർസല അംബിയാ ദവി ഫാത്വാന ബിസ്സുദ്ഖി വത്തബ്ലീഗി വൽ ആമാന. ഇത്ര എളുപ്പല്ലേ? അർസല അംബിയാ ദവി ഫാത്വാന, ഫത്വാനത്തുണ്ടായിരിക്കണം, നല്ല ബുദ്ധി കൂർമ്മതയുള്ള ആളായിരിക്കണം. ബിസ്സുദ്ഖി, നല്ല സാദിഖായ ആളായിരിക്കണം. വത്തബ്ലീഗി, അള്ളാഹു അറിയിച്ച കാര്യങ്ങളൊക്കെ, വഹി അറിയിച്ചതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളായിരിക്കണം. വൽ അമാനത്തി, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളായിരിക്കണം. 4. അപ്പൊ അതിന്റെ നേരെ എതിര് 4 അത് ഒന്നാമത്തത് ലിദ്ദുൽ ഫതാനത്തി, അതായത് അൽ ബലാദത്തു. അന്ന് നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ അതിന്റെ ലിദ്ദ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധി കൂർമ്മതയുള്ളവർ ആയിരിക്കണം എന്നതിന് നേരെ എതിര് ബലാദത്ത്, ബുദ്ധിമാന്ദ്യമുള്ള ആള്, മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രവാചകൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത് സുദുഖിന്റെ നേരെ എതിരെന്താണ്? കദീബ് ആണോ, അതുണ്ടാവാൻ പാടില്ല. തബ്ലീഗ് എന്നാണ് അള്ളാഹു അയച്ച കാര്യങ്ങളൊക്കെ വഹി അറിയിച്ച് ജനങ്ങൾക്ക് എത്തിക്കണം. അതിന് നേരെ എതിര് കിത്മാൻ എന്ന് പറഞ്ഞാൽ മറച്ചോക്കല്. മുസ്ലിംകൾക്ക് പിന്നെ യോജിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം, മറ്റെന്താക്കണ്ട ആരോടും പറയാം. പിന്നെ വഹി അറിയിച്ച് വന്ന കാര്യമേ പറയണ്ട, നമുക്ക് യോജിക്കുന്ന കാര്യം എന്താക്കാൻ പറയാം, അങ്ങനെ എല്ലാം പറയണം. അതുകൊണ്ടല്ല ഖുർആനില് ഹബീബ റസൂലുള്ളാഹിനെ പിന്നെ അള്ളാഹു ഇങ്ങനെ ആക്ഷേപിക്കുന്ന പോലൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ കുരുടെ സ്വഹാബി വന്നപ്പോ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതെ അല്ലെ, മറ്റുള്ളവരെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഉമ്മ മക്തൂം വന്നപ്പോ അതിന്റെ ആ സൂറത്ത് ഏതാണ്? അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തിറങ്ങി. അബസ വതവല്ല, മുഖം ചുളിച്ചുകൊണ്ട് തങ്ങൾ ഇങ്ങനെ പിന്തിരിഞ്ഞ അല്ലെ. ആ സ്വഹാബി വന്നപ്പോ പ്രമുഖരായ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ അത് മറച്ചോക്കായിരുന്നു അല്ലെ. നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് പറയുന്ന ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു, ആരും കാണണ്ട. കാരണം റസൂലുള്ളാഹിക്ക് അള്ളാഹു വഹി അറിയിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതി കൊടുക്കുന്നത് ആർക്കേ കേൾക്കൂ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സൗണ്ട് സ്വഹാബത്തിലൊന്നും കേൾക്കില്ല. അപ്പൊ തങ്ങൾക്ക് നല്ലത് ആ സൂറത്ത് ഏതായാലും ഓതി കൊടുക്കണ്ട. നമ്മളെ കുറിച്ച് തന്നെ നമ്മളെ കുറിച്ച് തന്നെയാ പറയുന്നത്. അബസ വത്തവല്ല, അത് നമ്മൾ മലയാള പരിഭാഷത്തേക്ക് അതേപോലെ കാണാം. അബസ വത്തവല്ല, മുഖം ചുളിച്ചു അല്ലെ, വത്തവല്ല എന്നിട്ട് പിന്തിരിഞ്ഞു. എന്നിട്ട് അള്ളാഹ് അല്ല പിന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ എന്റെ ഒരു തർബിയത്താണ്, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അല്ലോ. ഇനി തബ്ലീഗിന്റെ നേരെ എതിര് കിത്മാൻ, മറച്ചുവെക്കൽ. ഖിയാനത്ത് എന്ന് പറഞ്ഞാല് വഞ്ചന, അത് ലിദ്ദുൽ അമാനത്തി, വിശ്വസ്തതയുടെ നേരെ എതിരാണ് വഞ്ചിക്കൽ. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളായിരിക്കണം, വഞ്ചന നടത്തുന്ന ആളാൻ പാടില്ല. എന്നിട്ട് പറയാണത് തിൽക്കൽ അഖായിദു യജിബു അലൈനാ ഹിഫ്ളുഹാ, അതാണ് നമ്മുടെ പോയിന്റ്. നേരെ കേട്ടോ. അപ്പൊ തിൽക്കൽ അഖായിദു, ഈ പറഞ്ഞ അഖീദകളൊക്കെ യജിബു അലൈനാ ഹിഫ്ളുഹാ, കാണാപ്പാഠം പഠിക്കല് നിർബന്ധമാണ്. കേട്ടല്ലോ, മാനവർ നമ്മൾ പറയാം, നമുക്ക് മനസ്സിലായെന്ന് പറയാം. പിന്നീട് ഇങ്ങനെ ഒരു കാലം വരാണ് അല്ലെ, ഒന്നും കാണാതെ പഠിക്കില്ല. അൽഹംദുലില്ലാഹ് ഞാൻ ഏകദേശം വൈത്ത് കാണാതെ തന്നെ പഠിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ നല്ല മനോഹരമാ ബൈത്താണ് അല്ലെ. ഇപ്പൊ കാണാതെ അർസല അംബിയാ ദവി ഫതാന ബിസ്സുദ്ഖി വത്തബ്ലീഗി വൽ ആമാന, ഇതിപ്പോ ഞാൻ കാണാൻ പഠിച്ച ഇതിപ്പോ ഞാൻ തുറന്നു വെച്ചത് വേറെ ബൈത്താണ്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത ബൈത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഠിക്കാൻ പറ്റുന്ന ബൈത്തായിരിക്കും അല്ലെ.
ഇസ്മത്തുഹും കസായിരിൽ മലായിക വാജിബത്തും വഫാദലുൽ മലായിക. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോ പഠിച്ചതാണ്. അൽഹംദുലില്ലാ. അവൾ നിങ്ങളെന്നാക്കാം അതേപോലെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഒരാഴ്ച നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, 1-2 ബൈത്തെല്ലാം എടുക്കുന്നുള്ളൂ. ഇതിൽ നല്ല കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെ ഇതിനെ വ്യാഖ്യാതാവ് പറയാണെന്ന് തിൽക്കൽ അഖായിദ് യജിബു അലൈനാ ഹിഫ്ദുഹാ വഹിയ 50 സിഫ വതഫ്സീലു ദാലിക കത്താലി. 50 സിഫത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അൽ വാജിബു ലില്ലാഹി എത്ര 20, അൽ മുസ്തഹീലു അലൈഹി അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പറ്റാത്തത് 20 തന്നെ അറിയില്ലേ 20. അപ്പൊ 20 40 ആയി. ഇനി തൊട്ടടുത്ത പടിയിലേക്ക് വരാം. അൽ വാജിബുൽ റുസുലി മുർസലീങ്ങൾക്ക് വാജിബായ സിഫത്ത് എത്ര 4 അൽ മുസ്തഹീലു അലൈഹിം അവർക്ക് ഉണ്ടാവാൻ പറ്റാത്ത മുസ്തഹീല സിഫത്ത് എത്ര 4. അപ്പൊ 48 ആയി. അൽ ജായിസുലില്ല അള്ളാഹ്ക്ക് ജായിസാ സിഫത്ത് എത്ര 1 അപ്പൊ ആ ബൈത്തമ കാണാതെ വരണം മനസ്സിലേക്ക്. അള്ളാഹ്ക്ക് വാജിബായ ജായിസാ സിഫത്ത് പെട്ടെന്ന് വരണം. നമുക്കറിയാം എന്താണ് അള്ളാഹ്ക്ക് ചെയ്യലും ചെയ്യാതിരിക്കലും സമമാണ്. അയാളുടെ സ്വർഗത്തിൽ കടത്തണം എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. നരകത്തിലും കടത്താം, എവിടെയും കടത്താം, ആർക്കും ചോദിക്കാൻ സാധിക്കും. അപ്പൊ ഇത് നമുക്കത് കാണാൻ പഠിക്കും. അത് മുർസലീങ്ങൾക്ക് ജായിസാ സിഫത്ത് നമ്മൾ പറഞ്ഞു രോഗം പോലത്തെ അവർക്ക് അയ്യബല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താക്കുക അവർക്ക് ഉണ്ടാവാൻ പ്രശ്നമൊന്നുമില്ല, അത് ജായിസാണ്, ഉണ്ടാവാൻ പറ്റും. അത് ഒന്നാണ്. അപ്പോ 40, 44, 48, 49, 50 അതാണ് ഇപ്പൊ ആ ബൈത്ത് ഒന്നുകൂടി പാടിയിട്ട് നമുക്ക് ഇന്ന് നിർത്തുന്നത്. 50 എന്ന് സംസൂന നടന്നല്ലോ. വൽ മുസ്തഹീലു ളിദ്ദു കുല്ലി വാജിബി ഫഹ്ഫദ് ലി 50 ബിഹുക്മിൻ വാജിബി. ഫഹ്ഫദ് എന്ന് തന്നെ മഹാൻ പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് മർസൂഖി തങ്ങൾ നീ ഹിഫ്ളാക്കിക്കോ മോനെ ലി 50 50 സിഫത്തുകൾ എന്നാണ്. അത് അവരുടെ ഒരു വസിയത്താണ് ഫഹ്ഫദ്. അതുകൊണ്ടാണ് ഷാരി വ്യാഖ്യാതാവ് എന്ന് പറഞ്ഞത് അത് നിർബന്ധമാണ് നിങ്ങൾ ഹിഫ്ളാക്കൽ. അപ്പൊ 50 എങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവെ നിന്നെ കുറിച്ച് ഇങ്ങനെ പഠിക്കാനും നിന്റെ അംബിയാ മുർസലീങ്ങളായ വിശുദ്ധരായ മലായിക്കത്തുകളെക്കാളും അഫ്ളലായ അവരെ കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ ഈ കഠിന ചൂടും സഹിച്ചിട്ട് നടന്ന് വേർത്ത് കുളിച്ചു വന്ന ഞങ്ങൾ അള്ളാഹുവെ മറ്റു ദുന്യവിയായ ഒരു കാര്യത്തിനും വേണ്ടിയല്ല, നിന്നെ കുറിച്ചും നിന്റെ അമ്പിയാക്കളെ കുറിച്ചും മുർസലീങ്ങളെ കുറിച്ചും മലക്കുകളെ കുറിച്ചും അങ്ങനെ നിന്റെ പരിശുദ്ധരായ അടിയാറുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അള്ളാഹുവെ ഇതൊക്കെ നീ ഖബൂൽ ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളെ ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ചവിട്ടടികളും ഞങ്ങളുടെ പാപമോചനത്തിന് നീ കാരണമാക്കണേ അള്ളാഹ്. ഓരോ ചവിട്ടടിയും സ്വർഗത്തിലുള്ള ദറജകൾ ഉയർത്താൻ നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. അള്ളാഹു ഒരുപാട് രോഗികളൊക്കെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന റമീസ് പിന്നെ സുഖമില്ല ഉസ്താദ് ദുആ ചെയ്യണം, പനിച്ചു കിടക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിനും ആദ്യം ഇവിടെ എത്തുന്നവർ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതഅല്ലിമിന് എല്ലാവിധ രോഗശമനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നാട്ടിലും ഇവിടെയൊക്കെ ഒരുപാട് രോഗികൾ നാട്ടിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ പല പടർച്ചവ്യാധികളും പിന്നെ പടരുന്നുണ്ടെന്ന് കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവെ കഠിനമായ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചൂടാണ് വർദ്ധിച്ചു വരുന്നത്. അല്ലാഹുവേ എല്ലാവിധ അപായങ്ങൾ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് തീപിടുത്തം പോലത്തെ അപായങ്ങളൊക്കെ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവിധ ബലാ മുസീബത്തിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അത്രയും താങ്ങാൻ പറ്റാത്ത എസിക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ് കടന്നു വരുന്നത്. അല്ലാഹുവേ പേടിയാകുന്നു. അല്ലാഹു ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവരും പൂർണ്ണമായ ക്ഷീണിതരാണ്. ചെറുപ്പക്കാരും അതേപോലെ തന്നെ വയസ്സന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത നിസ്കരിക്കാൻ പോലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത തടി വറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് മുഅ്മിനീങ്ങളൊക്കെ ഓടിപ്പോകുമ്പോ അതിനൊന്നും പോവാൻ പറ്റാതെ പള്ളിയിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുന്ന ഒരവസ്ഥ ആർക്കും വരുത്തില്ല അല്ലാഹ്. അവസാന ശ്വാസം വരെ സ്വന്തമായി വുദൂ ചെയ്തുകൊണ്ട് 5 വഖത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു ഇവിടെ ചീരണകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാഹുവേ ഇതൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിലേക്ക് വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നവർ അവരുടെ പേരോ ഒന്നും ഇവിടെ അറിയില്ല അല്ലാഹു. ഇതൊക്കെ നീ അറിയുന്നവനാണ്.
അവർക്കും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ നാട്ടിലൊക്കെ നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾപ്പെട്ട് ഒലിഞ്ഞു കിടക്കണം അല്ലാഹു. അതൊക്കെ നീ എല്ലാവിധ മശക്കത്തിൽ നിന്ന് വളരെ രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ പൊന്നുമക്കൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നല്ല നിലയിൽ എത്താൻ വേണ്ടി അവരും അവരുടെ രക്ഷിതാക്കളും ആഗ്രഹിച്ചിട്ടും ഒന്നും പറ്റാത്തതുപോലെ കിടക്കുന്നു അല്ലാഹുവേ. അതിനുള്ളൊരു സൊല്യൂഷൻ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉന്നതമായ പഠനത്തിലേക്ക് അവരെ എത്തിക്കണേ അല്ലാഹ്. അതിനുള്ള എല്ലാ ഒത്താശകളും നീ നൽകണേ അല്ലാഹ്. ഭരണാധികാരികൾക്ക് സന്മനസ് നൽകി പെട്ടെന്ന് തന്നെ അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.